ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഞാൻ കുറെ ആയിട്ട് ആലോചിക്കുന്നു എന്റെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്ന വീഡിയോ ഒന്നിടണം. അത്ര വലിയ ആർഭാടമൊന്നും ഇല്ല. എനിക്ക് ആകെ അറിയാവുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. അതാണ് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത്. അല്ലാതെ ഞാൻ സ്ട്രെയിറ്റ് ഒക്കെ ചെയ്തല്ലോ, അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാണ്ടല്ലോ. ആകെ ഞാൻ എന്ത് ഔട്ട്ഫിറ്റ് ഇട്ടാലും ലാസ്റ്റ് കെട്ടുന്നത് ഇങ്ങനെ ആയിരിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നെങ്കിൽ ഒരു കുളിപ്പിക്കില്ല. ഓക്കെ, അത് ഇപ്പൊ ഞാൻ ടോപ്പൊക്കെ ഇട്ടേക്കുന്നോണ്ട് ഓക്കെ കുളിപ്പിങ്ങനെ മാച്ച് ആവും. അല്ലെങ്കിൽ ഞാൻ കെട്ടുന്നത് ആകെ 2 ഹെയർ സ്റ്റൈൽ എനിക്ക് അറിയത്തുള്ളൂ. ഓക്കെ, ഞാൻ ആദ്യത്തെ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് അറിയാം, സിമ്പിൾ, ഇങ്ങനെ പിടിച്ച് കെട്ടുക. രണ്ടാമത്തെ ഹെയർ സ്റ്റൈലും കാണിച്ചു തരാം. അതും സിമ്പിൾ ആണ്, വേറെ എനിക്ക് കണ്ടന്റ് ഒന്നും കിട്ടുന്നില്ല. സോ ആദ്യം തന്നെ സെന്റർ പാർട്ടീഷൻ എടുക്കുക. എന്തൊരു കാര്യം അറിയോ, പണ്ടൊന്നും ഞാൻ സെന്റർ പാർട്ടീഷൻ എടുക്കത്തില്ലായിരുന്നു. ഞാൻ അത്രയ്ക്ക് വെറുത്ത സാധനം. +1 +2 8 9 10 സമയത്തൊക്കെ എനിക്ക് വെറുപ്പായിരുന്നു. ഞാൻ സൈഡ് പാർട്ടീഷൻ എടുക്കും. അതേപോലെ ഞാനൊരു കൊമ്പൊക്കെ വെച്ചോണ്ടായിരുന്നു പോകുന്നത്. ഇവിടുന്ന് ഇങ്ങനെ ചുറ്റി ഒരു കൊമ്പ്, കണ്ണൊക്കെ വാരി എഴുതി കാന്താരിയായിരുന്നു. ഇപ്പം സെന്റർ പാർട്ടീഷൻ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റണില്ല. ഓക്കെ, നിങ്ങളുടെ 2 കൈവിരലുകൾ, ഈ ഹെയർ സ്റ്റൈലിൽ നിങ്ങൾ നിങ്ങളുടെ 2 കൈവിരലുകളും അനക്കണം. ഓക്കെ, ഇവിടുന്ന് ഒരു പാർട്ടീഷൻ എടുക്കാം, ഇവിടുന്ന് അടുത്ത പാർട്ടീഷൻ എടുക്കാം. എനിക്ക് ഈ ക്ലീൻ ലുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഓക്കെ, മുടി ഇടുന്ന ഇഷ്ടമാണ്. അത് ചില സമയത്ത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതിനോട് എന്തോ മുടി ഇടാൻ എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഞാൻ എപ്പോഴെങ്കിലും മുടി ഇടുമായിരിക്കും. എന്നിട്ട് ഋഷിവര്യന്മാരെ കണക്ക് ഇങ്ങനെ റൗണ്ട് ആക്കി ഇട്ട്, പിന്നെ കോളേജിലൊക്കെ മിസ്സുമാര് മുനിവര്യൻ എന്നാണ് വിളിച്ചോണ്ടിരുന്നത്. യെസ്, മുനിവര്യൻ. ആദ്യമൊക്കെ ചെയ്യുമ്പോ ഭയങ്കര വൃത്തിയേടാ, ശീലം. അത് എന്റെ ഒരു ബുഷും കൂടെ ഉണ്ടായിരുന്നു. ഓക്കെ, നിങ്ങൾക്ക് പണ്ടൊക്കെ ഞാൻ ഇവിടുന്ന് 2 കൊമ്പും കൂടി വലിച്ചിടുമായിരുന്നു. പണ്ടല്ല, ഇന്ന് രാവിലെ ആയപ്പോ ഞാൻ ചേഞ്ച് ആയി. അപ്പം ഇതാണ് എന്റെ സിമ്പിൾ ഹെയർ സ്റ്റൈൽ. മേ ബി എല്ലാവർക്കും അറിയായിരിക്കും. എല്ലാവർക്കും അറിയാം. ഇങ്ങനെ കിട്ടുമ്പോ